കൊല്ലം ചവറ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകളെയും കുട്ടികളെയും രാത്രി വരെ നിർത്തിയതിൽ കമ്മീഷണറോട് റിപ്പോർട്ട് തേടുമെന്ന് ചൈൽഡ് ലൈൻ. കൊല്ലം ബിഷപ്പിന്റെ വാഹനത്തിലിടിച്ചതിനെ തുടർന്നാണ് സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുടുംബം സഞ്ചരിച്ച കാർ ഓടിച്ചിരുന്ന ആൾ നേരത്തെ പോലീസിനെതിരെ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 3-ാം തീയതിയായിരുന്നു കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം കൊല്ലം ബിഷപ്പിന്റെ വാഹനത്തിൽ തട്ടിയത്. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അർദ്ധരാത്രി വരെ ചവറ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയതും കാറിലുണ്ടായിരുന്ന സ്ത്രീകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. 1.5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 3 കുട്ടികളും 2 സ്ത്രീകളെയുമാണ് 8 മണിക്കൂർ ചവറ പോലീസ് സ്റ്റേഷനിൽ നിർത്തിച്ചത്. സംഭവത്തിൽ ചൈൽഡ് ലൈനിന് കുടുംബം പരാതി നൽകി. 8 മണിക്കൂറോളം സ്റ്റേഷനിൽ നിർത്തിച്ച കുട്ടികൾക്ക് കുടിവെള്ളം പോലും നിഷേധിച്ചതായി പരാതിയുണ്ട്. കേസിൽ കുട്ടികളുടെ മൊഴിയെടുത്ത ശേഷം കമ്മീഷണറോട് റിപ്പോർട്ട് തേടുമെന്നും ചൈൽഡ് ലൈൻ ഓഫീസർ അറിയിച്ചു. സംഭവ ദിവസം രാത്രി തന്നെ ബിഷപ്പിന്റെ വാഹനം പോലീസ് വിട്ടു നൽകി. കുടുംബം സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ഇതുവരെ വിട്ടു നൽകുകയും ചെയ്തില്ല. കുട്ടികൾ പോലീസിനെതിരെ മൊഴി നൽകിയാൽ ചവറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. ഇരട്ട നീതിയാണ് നടപ്പാക്കുന്നതെന്ന് കുടുംബം പറയുന്നു. കുടുംബം സഞ്ചരിച്ച വാഹനം ഓടിച്ച ആൾ നേരത്തെ പോലീസിനെതിരെ പരാതി നൽകിയതിന്റെ പക പോക്കുകയാണെന്നും ഇവർ പറഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.